തമിഴ് സിനിമാ ലോകം ഈ വർഷം ഏറ്റവും കാത്തിരുന്ന ചിത്രമായിരുന്നു ജനനായകൻ. പ്രതിസന്ധിയിൽ റിലീസ് മുടങ്ങിയ ചിത്രം ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ നിർമ്മാതാക്കൾക്ക് അനുകൂലമായ കോടതി വിധി വന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തമിഴ് സിനിമാ ലോകം ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രമായിരുന്നു ജനനായകൻ. കുളിവുഡിലേക്ക് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്നതായിരുന്നു ആ ഹൈപ്പിന് പിന്നിലെ വലിയ കാരണം. എന്നാൽ പ്രതിസന്ധിയിൽ റിലീസ് മുടങ്ങിയ ചിത്രം ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. എന്നെത്തുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ്. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ ഇടപെടൽ തേടി നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. അതേസമയം പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കാനായാൽ നിർമ്മാതാക്കൾ ചിത്രത്തിനായി ഇനി പരിഗണിക്കുന്ന റിലീസ് തീയതി ഏതെന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കട്ടെ എന്നാണ് ജസ്റ്റിസുമാർ വ്യക്തമാക്കിയത്. ഈ മാസം 20-നുള്ളിൽ ഹർജി പരിഗണിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 20-ാം തീയതി നിർമ്മാതാക്കൾക്ക് അനുകൂലമായ കോടതി വിധി വന്നാൽ റിപ്പബ്ലിക് ദിന റിലീസ്, അതായത് 26-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഒരു ശ്രദ്ധേയ റിലീസ് വിൻഡോയാണ് റിപ്പബ്ലിക് ഡേ. എന്നാൽ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം തിങ്കളാഴ്ചയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ആ ദിവസത്തെ റിലീസിന് നിർമ്മാതാക്കൾ തയ്യാറാവുമോ അതോ ആ വാരാന്ത്യത്തിലേക്ക് കാത്തിരിക്കുമോ എന്നറിയാൻ 20 വരെ കാക്കേണ്ടതുണ്ട്. ജനുവരി 9-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ചിത്രമായിരുന്നു ഇത്. ഇതിനു മുന്നോടിയായി നടന്ന അഡ്വാൻസ് സെയിൽസിൽ എല്ലാ മാർക്കറ്റുകളിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രം ആദ്യ ദിനത്തിലേക്ക് 40 കോടിയുടെയും ആദ്യ വാരാന്ത്യത്തിലേക്ക് 60 കോടിയുടെയും ടിക്കറ്റ് വിൽപ്പന ചിത്രം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലേതുൾപ്പെടെയുള്ള ആഗോള പ്രീ സെയിലിലൂടെ 100 കോടി ക്ലബിലും കടന്നിരുന്നു ചിത്രം. എന്നാൽ റിലീസ് മാറ്റിയതോടെ ആ നേട്ടങ്ങളൊക്കെ വൃത്തിയാവുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.